കൊലോസ്യ ലേഖനം 1:24 വാക്യമാണ് കുറിവാക്യമായിട്ട് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. കൊലോഷ്യൻസ് ചാപ്റ്റർ 1:24. ഞാൻ ആ വാക്യം ഇവിടെ വായിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. വളരെ ആഴമുള്ളതും ഘനമേറിയതും. അടുത്ത കുറച്ച് നിമിഷങ്ങൾ ഈ വാക്യത്തെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൈവസഭയ്ക്കും വ്യക്തിപരമായി എല്ലാ മെമ്പേഴ്സിനും ആവശ്യമുള്ള റിച്ചായ, ഈ കാലഘട്ടത്തിന് വളരെ ആവശ്യമുള്ള അനേക സത്യങ്ങൾ ഈ വചനത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ വാക്യം മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആരെങ്കിലും സ്വന്തം ജീവിതത്തെക്കുറിച്ച് അങ്ങനെ കിളത്തി, ഇവിടെ പൗലോസിന്റെ ആ വാക്കുകൾ നോക്കിയാൽ നമ്മുടെ മലയാള ഭാഷയിലുള്ള കിളത്തി എന്നുള്ളത് തെറ്റാണ്. തന്റെ ജീവിതം എടുത്തുകൊണ്ട് അങ്ങ് പറയുകയാണ്, എന്നെ നോക്ക്, നിങ്ങൾ എന്നെ നോക്ക്, ഞാന് എന്റെ ജഡത്തിൽ സഭയാ. പലപ്പോഴും ധൈര്യപ്പെടാത്ത കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സാക്ഷ്യത്തിലൂടെയോ അല്ലാതെയോ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഇതാണ് ചെയ്തു വരുന്നത്, ഞാൻ കഷ്ടങ്ങളിൽ സന്തോഷിക്കുകയും എനിക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളിലെല്ലാം കർത്താവിന്റെ വേല, അങ്ങനെ പറയാൻ നമ്മൾ ഒരുമ്പെടത്തില്ല. ഇവിടെ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിങ്ങളെ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ ഒരു കാര്യം, ഞാൻ ചെയ്യുന്നത് ഇതാണ്, സഭയ്ക്ക് വേണ്ടിയാണ് എന്റെ ഹൃദയമിടിപ്പ്, എന്റെ ശരീരം എന്നുള്ളത് ദൈവത്തിന്റെ സഭയാം ശരീരത്തിന് വേണ്ടിയുള്ളതും, ഞാൻ അനുഭവിക്കുന്നതെല്ലാം ഫോർ ദ ചർച്ച്. എന്താ ഇവിടുത്തെ കാര്യം, എന്താ ഇവിടെ പറ്റിയതെന്ന് ചോദിച്ചാൽ, ഈ ദൈവസഭയുടെ വളർച്ച എന്ന് പറയുന്നത്, ഗ്രോത്ത് ഓഫ് എ ചർച്ച് എങ്ങനെ അളക്കാം? പ്രധാന 2 അളവുകോലാണ് സാധാരണ മനുഷ്യരുടെ കയ്യിൽ ഇരിക്കുന്നത്. ഏതൊക്കെയാണ് അളവുകോലെന്ന് ചോദിച്ചാൽ, അസറ്റ് കൂടുന്നു, നമ്പേഴ്സ് കൂടുന്നു. ഈ 2 കാര്യങ്ങളാണ് ഒരു സാധാരണ വ്യക്തിയുടെ അകത്ത് ഒരു സഭ വളരുന്നു എന്നതിന്റെ. ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സ്നേഹിതര് പറയുന്നത്, ചിലയിടത്തൊക്കെ പോകുമ്പോൾ, പക്ഷേ ഇത് പഴയ പോലെ അല്ലല്ലോ, ഇപ്പം സെറ്റപ്പ് എല്ലാം മാറിയല്ലോ, അന്ന് നമ്മൾ ഇരുന്ന പോലത്തെ ഹോളല്ല ഇപ്പം, ഗ്രാൻഡ്, അസറ്റ് കൂടി. അല്ലെങ്കിൽ കൺവെൻഷൻ, അയ്യോ ആദ്യം ഒരു 150 പേരെ ഉള്ളായിരുന്നു, ഒരു കൊച്ചു സെറ്റപ്പ് ആയിരുന്നു, ലൈറ്റും ഒക്കെ. ഇപ്പതാ ഒരു സെപ്പറേറ്റ് സ്റ്റേജ്, മ്യൂസിക് ടീമിന് പ്രധാന ആൾക്കാർ ഇരിക്കാൻ കസാര, പോഡിയം. വാവ്, സഭ വളർന്നു. ഗ്രോത്ത് എന്ന് പറയുന്നത് അസറ്റിലാണ് അളക്കുന്നത്. 2 നമ്പേഴ്സിലാണ് അളക്കുന്നത്. നമ്പേഴ്സ് 100 150 150 200 അവിടാണ് അതിനെ തിരുത്തുകയാണ് അപ്പോസ്തലൻ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഞാൻ എന്താ അർത്ഥമാക്കുന്നതെന്ന്. ഈ കൊലോസ്യ സഭ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും ഇവർക്കുണ്ട്. ഇവരുടെ ഗ്രോത്ത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇവിടുത്തെ പാസ്റ്റർ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് പാസ്റ്ററുടെ പേര്. അപ്പോസ്തലനായ പൗലോസ് അല്ല ഈ സഭയുടെ പാസ്റ്റർ. 1-ന്റെ 7-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ആരാണ് എപ്പഫ്രാസ്? എപ്പഫ്രാസ് പൗലോസിന്റെ ഒരു ശിഷ്യനാണ്, ഒരു മെന്റിയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫെസസിൽ ഏകദേശം 2 വർഷങ്ങളോളം പഠിപ്പിച്ചു. മൊത്തത്തിൽ 3 വർഷം ഉണ്ടായിരുന്നു. 2 വർഷം എഫെസസിൽ പഠിപ്പിച്ച സമയത്ത് കൊലോസ്യക്കാരനായ, അതായത് ഈ സഭയുടെ ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തി, എങ്ങനെ അറിയാം? 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കൂ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ്. കൊലോസ്യക്കാരനായ എപ്പഫ്രാസ് ഏകദേശം 100-120 മൈലുകൾ സഞ്ചരിച്ച് എഫെസസിൽ ചെന്ന് പൗലോസിന്റെ അടുക്കൽ ശിക്ഷണം എടുത്തു. പൗലോസിനോട് പറഞ്ഞു, ബൈബിൾ എന്നെ പഠിപ്പിക്കണം, എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. ഈ സഭയുടെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണണമെങ്കിൽ അവിശ്വസനീയമായ ഗ്രോത്ത് ആണ്. നമ്മൾ ഇന്ന് പറയുന്ന പോലുള്ള
ഇന്ന് രണ്ടുപേര് വന്നു പുതുതായിട്ട്, അടുത്ത ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കുടുംബം വരാൻ. അങ്ങനത്തെ വളർച്ചയല്ല ഇവിടെ. എപ്പാഫ്രാസ് ബൈബിള് പഠിച്ച് എഫെസസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നതറിയാം. 1, 2, 3 എന്ന് 3 ചർച്ച് സ്ഥാപിതമായി. അതിൽ ഒരു ചർച്ചാണ് കൊലോസ്യ സഭ. 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ 2 സഭകളുടെ പേരൂടെ കാണാം. ശ്രദ്ധിച്ചേ, 4:13 നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും അടുത്തൊരു സ്ഥലമാണ്. ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലമാണ്. 6 മൈലുകൾ 7 മൈലുകൾ തമ്മിൽ ദൂരമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം മടിവാള ഒരു ചർച്ചായി, സിൽക്ക് ബോർഡിൽ അടുത്ത ചർച്ചായി, മാർത്തഹള്ളിയിൽ അടുത്ത ചർച്ചായി, പടാന്ന് 3 ചർച്ച്. എപ്പഫ്രാസ് ഇങ്ങോട്ട് തിരിച്ചു വന്ന് കൊലോസിയിൽ ഒരു സഭ, 13-ാം വാക്യം ലവോദിക്കയിൽ ഹീറാപ്പൊലീസുകാർക്കും. ഇത് അമാനുഷികമായ ഗ്രോത്താണ്. ഇതിനെ കണ്ണടച്ച് കാണിക്കാൻ ഒക്കത്തില്ല. അവിടെ ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങൾ വളരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാരും പറയാൻ സാധ്യത എന്താണെന്നറിയാം? അസൂയാണ്. ഇവർക്ക് അസൂയാണ്. ഞങ്ങളെല്ലാരും 20 പേരെയും കൊണ്ട് കൊട്ടിപ്പാടി ഇരുന്നപ്പോ ഞങ്ങളുടെ പാസ്റ്റർ എപ്പാഫ്രാസ് ഇങ്ങോട്ട് വന്ന് കൊലോസിയിൽ 1-ാമത്തെ സഭ, ലവോദിക്കയിൽ 2-ാമത്തെ സഭ, ഹീറാപ്പൊലിസിൽ 3-ാമത്തെ സഭ, അവിടെ എല്ലാം ആൾക്കാർ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒരു ഉത്സവ പ്രതീതിയാണ് അവിടെ. ഇനിയാണ് നമ്മുടെ മുഖ്യ സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക. സഭയുടെ വളർച്ചയെ പലരും കാണുന്നത് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് ആണെങ്കിൽ ഈ സഭ റിയലി ദേ ആർ ഗ്രോയിങ്. ഇൻഡിവിജ്വൽസിന്റെ വളർച്ച എങ്ങനെയാണെന്നറിയാമോ നമ്മൾ കാണുന്ന സാധാരണഗതിയിൽ? നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ആരും നോക്കണ്ട, അവരവർ ചിന്തിച്ചാൽ മതി. ഗ്രോയിങ്, ഒരാൾ ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് ഹി ഈസ് പ്രേയിങ് മോർ, അല്ലേ? നേരത്തെ 5 മിനിറ്റ് പ്രാർത്ഥിച്ച ആള് ഹി ഈസ് പ്രേയിങ് മോർ, ഹി ഈസ് സ്റ്റഡിയിങ് ബൈബിൾ മോർ, നോട്ടുകൾ എഴുതുന്നു. ആത്മീകമായിട്ട് വളർച്ചയുണ്ട് ആളിന്. ഇപ്പൊ ഒരു താല്പര്യമുണ്ട് പുള്ളിക്ക്. ചിലരെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പുള്ളി നേരത്തെ ബൈബിൾ പോലും തുറക്കത്തില്ലായിരുന്നു, ഇപ്പൊ വന്നിരിക്കുമ്പോ തന്നെ ബൈബിൾ എടുത്തോണ്ടുള്ള ഇരിപ്പ്, വായിക്കുന്നു. ഈ സഭക്കാർക്ക് ബൈബിൾ ഇല്ലാതെയല്ല അവർ സഭയിൽ വരുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോ കാണിക്കാം, ഉപവാസം എന്ന് പറയുന്നത് അവരെ നമ്മള് പറയണം, അങ്ങോട്ട് പറയണം, ബ്രദറെ ഉപവാസം ഇത്രയും പോരെ, ശരീരം കൂടെ ഒന്ന് നോക്ക്. അതാണ് ഇവരുടെ ആത്മീയത. അങ്ങനെ ഒറ്റ വാക്ക് പറയുമ്പോൾ സംശയത്തോടെ എന്നെ നോക്കണ്ട. 2-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ശരീരത്തിന്റെ ഉപേക്ഷയിൽ രസിക്കുന്നവരാണിവർ. കണ്ടോ ആ പദപ്രയോഗം? ശരീരത്തിന്റെ ഉപേക്ഷയിൽ രസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി, ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ഭക്ഷണ വർജനം അതിനകത്തുണ്ട്. തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ 21-ാം വാക്യത്തിൽ പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത്, നോക്കരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. ഈ നിയമം സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും, അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വളർച്ച ഉണ്ടെന്ന്, ദൈവികമായ ഒരു വളർച്ച. ആസ് ഗോഡ് കോസസ് ഇറ്റ് ടു ഗ്രോ. യേശുവിൽ തുടങ്ങി, യേശുവിനെ സ്വീകരിച്ചു. 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും ഉണ്ട്, യു ഹാവ് റിസീവ്ഡ് ജീസസ് ബട്ട് യു ആർ നോട്ട് കണ്ടിന്യൂയിങ് ടു ലിവ് ഇൻ ഹിം. അവനിൽ വസിക്കുന്നില്ല. യേശുവിനെ സ്വീകരിച്ചു, പക്ഷെ അവനിൽ വളരുന്നില്ല. പിന്നെ എന്തിലാ വളരുന്നത്? എന്ന് ചോദിച്ചാൽ സ്വന്തമായ കുറെ കാര്യങ്ങൾ. ഇതാ ആത്മീകത എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. കൊലോസി ആൾക്കാരുടെ അവരുടെ തന്നെ കണ്ടുപിടുത്തത്തിലുള്ള, കണ്ടു പരിചയിച്ചിട്ടുള്ള കുറെ ആത്മീക പരിവേഷങ്ങൾ. അതെവിടെ കിട്ടിയെന്നറിയാമോ ഇവർക്ക്? അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഈ സിനർജിസം അല്ലെങ്കിൽ സിൻക്രറ്റിസം എന്ന് പറയും. മലയാളത്തിന്റെ അസൽ പദം പറഞ്ഞാൽ ഒരു സമവായം. അവർ വിട്ടിട്ട് വന്ന പാരമ്പര്യത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് അതിനെ ഒന്ന് ക്രിസ്ത്യനൈസ് ചെയ്തു. അവിടെ ഉപവാസം ഉണ്ടായിരുന്നു, ഇവിടെയും ഉപവാസം കൊണ്ടുവന്നു. അവിടെ കൊടുപ്പുണ്ടായിരുന്നു, ഇവിടെയും കൊടുപ്പുണ്ടാക്കി. അതുപോലുള്ള ഒരു മതമാക്കി ഒരു ക്രിസ്ത്യൻ വേർഷൻ സ്പിരിച്വാലിറ്റി അവരങ്ങ് ഡെവലപ്പ് ചെയ്തു. 1:28 4:12 വായിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോവുക. ഈ സഭയുടെ പ്രശ്നം വളർച്ചയില്ല. അതിനെ വേറൊരു പദം കൂടെ വിളിച്ചിട്ടുണ്ട്.
അതാണ് 1:28-ലും 4:12-ലും കാണുന്നത്. നോക്കിയേ, വളർച്ചയില്ലായ്മേ അല്ല, പോസിറ്റീവ് പറയാം. വളർച്ചയെ വിളിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ 1:28, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ, അടുത്ത വാക്ക് എന്താ, തികഞ്ഞവനായി നിർത്തേണ്ടതിന്. കൊലോസ്യ സഭയ്ക്ക് ഇല്ലാത്തത് എന്താന്ന് ചോദിച്ചാൽ മെച്യൂരിറ്റി ഇല്ല. മെച്യൂരിറ്റി, ഗ്രോത്ത് ഈസ് ഈക്വൽ ടു മെച്യൂരിറ്റി. ഇതില്ല. സഭ വളർന്നു, നമ്പേഴ്സ് കൂടി, അസറ്റ്സ് കൂടി. അവർ നോക്കുമ്പോൾ ഗോഡ് ഹാസ് ബ്ലെസ്ഡ് us, ഗോഡ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് അവർ വർക്ക്. പക്ഷേ അപ്പോസ്തലന് പറയാനുള്ളത് നോ 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 നോ, you are not growing and becoming mature. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം 4:12 തന്നെയാണ്. 4:12 നോക്കി, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പാഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇവിടെ കാരാഗ്രഹത്തിൽ ഇരിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യാത്ര ചെയ്ത് എന്റെ ശുശ്രൂഷ പരാജയപ്പെട്ടു എന്നുള്ള ചിന്തയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് എന്താ ഇദ്ദേഹം ചെയ്യുന്നത്? നിങ്ങൾ, അടുത്ത വാക്ക് എന്താ? നിങ്ങൾ, 1:28 അതേ വാക്ക്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന്. ആ ഓരോ വാക്കും എത്ര ഘനമുള്ളതാണ്. നിങ്ങൾ ഒരു ഉപരിവിപ്ലവ തലത്തിലുള്ള വിശ്വാസി സമൂഹമാകാതെ, അതാ എപ്പാഫ്രാസ് പറയുന്നത്, ഒരു തമ്പേറിന്റെ ശബ്ദത്തിൽ തുടങ്ങുമ്പോൾ അതില്ലാതാകുമ്പോൾ നിൽക്കുന്ന ഒരു ആത്മീയതയ്ക്ക് അപ്പുറമായി നിങ്ങൾ ദൈവഹിതത്തിന്റെ മർമ്മം തിരിച്ചറിഞ്ഞ് പൂർണ്ണ നിശ്ചയമുള്ളവരായി അതിൽ നിൽക്കാൻ വേണ്ടി നോക്കിയ പ്രാർത്ഥനാ വിഷയം എന്താ? ഫാസ്റ്റിങ്ങിന്റെ മെയിൻ പ്രാർത്ഥനാ വിഷയം എന്താ? കൊലോസ്യ പട്ടണത്തിൽ അവര് മിസ്സാക്കിയ വിഷയം പാസ്റ്റർ പ്രാർത്ഥിക്കുക. എന്താ എപ്പാഫ്രാസ് പ്രാർത്ഥിക്കുന്ന വിഷയം? അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുക. എവിടാ എപ്പാഫ്രാസ്? ഇപ്പം കാരാഗ്രഹത്തിലാ. അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ പറയുന്ന പോലെ സൂം അക്കൗണ്ടോ മുട്ടുകുത്തി നിൽക്കാൻ കുഷനോ ഇതൊന്നുമില്ല. പക്ഷെ പൗലോസ് ഒബ്സർവ് ചെയ്തു, വാട്ട് എ മാൻ, എന്റെ കീഴിലിരുന്ന് ബൈബിൾ പഠിച്ച വ്യക്തിയാണ്. ഇവനിത് എന്തോ പറ്റി? എന്റെ ഭാവന ഞാൻ കാണുക, ഇവനിതെന്തോ പറ്റി? ഇവന്റെ ശുശ്രൂഷ പരാജയമായെന്നോ? ആരും പറയത്തില്ല. 3 സഭ സ്ഥാപിച്ച വ്യക്തി, ആ 3 സഭയുടെയും ഉത്തരവാദിത്തം താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് അപ്പോസ്തലനായ പൗലോസിന്റെ അടുക്കൽ വന്ന് പൗലോസ് ഇവനെ നോക്കുകയാണ്. പൗലോസിന് എപ്പാഫ്രാസിനെ കുറിച്ച് പറയാനുള്ള കമന്റ് 1:8 വാക്യത്തിലുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ എത്ര പേരെ കുറിച്ച് അത് പറയുമെന്നുള്ളത് വളരെ സംശയമാണ്, വളരെ ചിന്തിക്കേണ്ടതാണ്. 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി, ഈ എപ്പാഫ്രാസ് നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ, അടുത്ത വാക്ക് ഈ തലമുറയിലെ നഷ്ടപ്പെട്ടു പോയ ഒരു വാക്കല്ലേ, വിശ്വസ്ത ശുശ്രൂഷകനാണ്. അയ്യോ, വിശ്വസ്ത ശുശ്രൂഷകനായ എപ്പാഫ്രാസ് വചനം കോട്ടി മാറ്റാതെ മുഖം നോക്കാതെ ശുശ്രൂഷിക്കുന്ന എപ്പാഫ്രാസിന്റെ സഭയിൽ ഗ്രോത്ത് നടന്നില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഇത് തുറന്നു വെച്ച് കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറമായി പ്രസംഗിക്കുന്ന എന്നോടും, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നോട് സംസാരിച്ച കാര്യമാണ് വിളിച്ചു പറയുന്നത്, പ്രസംഗിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങൾ ഒരുപോലെ നമ്മൾ ധരിച്ചു വെച്ച കുറച്ച് വളർച്ചയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. എനിക്ക് സൗകര്യം പോലെ ഞാൻ ചെയ്യുന്ന കുറെ ആത്മീക ഡിസിപ്ലിൻസ് അല്ല ഇവിടെ പറയുന്നത്. എന്റെ ജീവിതം മാറ്റിമറിക്കുന്ന, എന്റെ ചിന്തകൾ മാറ്റിമറിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി എന്നെ ഭോഷനാക്കുന്ന, എന്റെ മനസ്സിനെ രൂപാന്തരം വരുത്തുന്ന ആത്മീകതയെ കുറിച്ചാണ് എപ്പാഫ്രാസ് പറയുന്നത്. എന്റെ വിശ്വാസികൾക്ക് അത് കത്തിയില്ല. അവർക്ക് കത്തിയ ഒരു കാര്യമേ ഉള്ളൂ, സ്നാനപ്പെടണം. അവർ സ്നാനപ്പെട്ടു. അവർ 2-ാം അധ്യായം 12-ാം വാക്യത്തിലുണ്ട്, അവര് മുങ്ങിപ്പൊങ്ങി. നോക്കി, അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൂടെ ഞാൻ വായിക്കട്ടെ ഈ തരുണത്തിൽ. 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ഇവര് സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും
അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എല്ലാരും കണ്ടോ? ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പൊ അത് വായിക്കുമ്പോ ഇവരെന്തോ തോന്നിയെന്നറിയാ, ഞങ്ങളെ മനസ്സിലാക്കി, ഞങ്ങള് സാധാരണ വിശ്വാസികളൊന്നും അല്ല, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താണെന്നറിയാ, യഥാർത്ഥമായിട്ട് ഉയർത്തെഴുന്നേറ്റോടെ. അതാ ചോദ്യം. 3-ന്റെ 1 ശ്രദ്ധിച്ചേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. സ്നാനപ്പെട്ടോ? സ്നാനപ്പെട്ടു. ഫാക്റ്റിൽ എഴുതി വെക്കുമ്പം ഉയർത്തെഴുന്നേറ്റു. ഞാൻ മരണത്തിൽ അടക്കപ്പെട്ടു, എന്റെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു, വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ പുതുമനുഷ്യനായി ഞാൻ വെളി വന്നു. പക്ഷെ പൗലോസ് പറയുക 3-ന്റെ 1 നിങ്ങൾക്കത് ഉണ്ടായിരുന്നെങ്കിൽ, ഉയർത്തെഴുന്നേറ്റിരുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 2-ാം വാക്യം, ഭൂമിയിലുള്ളതല്ല. ഈ 5-ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മീകതയുടെ ലക്ഷണമെന്നുള്ളത് അസറ്റ്സ് കൂടുന്നതോ നമ്പർ കൂടുന്നതോ അല്ല. യഥാർത്ഥ ആത്മീകതയുടെ ലക്ഷണം എന്ന് പറയുന്നത് ക്വാളിറ്റി നമ്മളിൽ വർദ്ധിക്കുകയും. എന്ത് ക്വാളിറ്റിയാ? ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന ഒരു കൂട്ടം ഹിറാപ്പൊലീസും ലവോദിക്കയിലും ഉണ്ടാകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാ ഇവര് വളർന്നു, ഇവര് വളർന്നു, ഇവര് തികഞ്ഞവരായി. മടിവാളയിലുള്ള ദൈവമക്കളെ, അതിന്റെ ചുറ്റുവട്ടത്തും പരിസര പ്രദേശങ്ങൾ അനേക സ്ഥലങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്നവരെ, എന്റെ ആത്മീക വളർച്ചയും നിങ്ങളുടെ ആത്മീക വളർച്ചയും സഭയുടെ ആത്മീക വളർച്ചയും അളക്കപ്പെടുന്നത് ഓരോ വിശ്വാസിയുടെയും മനസ്സെവിടിരിക്കുന്നു അത് വെച്ചാണ്. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ വേണ്ടി സ്നാനപ്പെട്ട് കയറിയവർ, അവരുടെ പ്രാർത്ഥന ഇഹലോകത്തിലെ മാത്രമായി മാറുമ്പോൾ അതിനെ എപ്പാഫ്രാസും പൗലോസും വിളിക്കുന്നതാണ് യു ആർ നോട്ട് ഗ്രോയിങ്, യു ആർ ഓൺലി തിങ്കിങ് അബൌട്ട് ദിസ് വേൾഡ്സ് കൺസേൺ. നോയിക്കേ, ഇവരുടെ ആത്മീകത 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലും 23-ാമത്തെ വാക്യത്തിലും നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ശ്രദ്ധ എനിക്ക് ആവശ്യമാണ്. ഇവർക്ക് എന്തിത് പറ്റി? ഇവർക്കിപ്പം മനസ്സ് എവിടെയാണ്? ഇവരോട് ചോദിച്ചാൽ എന്ത് പറയുന്നറിയോ? ഇവരുടെ മനസ്സ് സ്വർഗത്തിലാ എന്നാ ഇവര് പറയാൻ പോകുന്നത്. പക്ഷെ 2-ന്റെ 18 ശ്രദ്ധിച്ചു നോക്കി. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച്. ഇപ്പൊ ഇവർക്ക് സ്പിരിച്വാലിറ്റി എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് അതിനകത്തങ്ങ് ലയിച്ച്, ഇന്നലെ കേട്ടു ഒന്ന് ബലപ്പെട്ടു, മിനിഞ്ഞാന്ന് കേട്ടു കുറച്ചുകൂടെ ബലപ്പെട്ടു, രസിക്കുവാണ്. ഇതെന്താ രസിക്കുന്നതെന്നറിയാമോ? താഴ്മയിൽ രസിക്കുക എന്ന് പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഡിലൈറ്റിംഗ് ഇൻ ഹ്യൂമിലിറ്റി. യഹൂദ എഴുത്തുകളിൽ, ജൂയിഷ് റൈറ്റിംഗിൽ ഇതേ പദം എന്തിനു ഉപയോഗിച്ചിട്ടുള്ളതാണെന്നറിയാമോ? ഉപവാസത്തിന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. താഴ്മയിൽ രസിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഉപവാസത്തിൽ രസിക്കുക. ഈ പ്രാവശ്യം 5 ദിവസമായി, ഈ പ്രാവശ്യം 7 ദിവസമായി, ഞാൻ രാവിലെയും കഴിക്കുന്നില്ല, അതിൽ രസിക്കുക. പിന്നെ ദൂതന്മാരെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം, മീഡിയേഷൻ, ന്യായപ്രമാണം വന്നത് ദൂതന്മാർ മുഖാന്തരമാണെന്നുള്ള ആ പശ്ചാത്തലത്തിൽ യേശുവിനെ വിട്ടിട്ട്, യേശു ദൈവം ആരിലൂടാണോ ന്യായപ്രമാണം കൊടുത്തത്, ക്രിയേറ്ററിൽ നിന്ന് ഏഞ്ചൽസിലേക്ക്, മീഡിയേറ്റേഴ്സിലേക്ക് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ യേശുവിനെ അല്ല നോക്കുന്നത്. പുള്ളി എന്തെങ്കിലും പ്രാർത്ഥിച്ച് എന്തെങ്കിലും പറയുമായിരിക്കും, പുള്ളി എന്തെങ്കിലും പറയുമായിരിക്കും, എന്റെ ജീവിതത്തെ കുറിച്ച് അവർ. ഇതാണ് ഇവരുടെ ശ്രദ്ധ മുഴുവൻ. യേശു എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഇന്നയാൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുമോ. their attention is divided from Jesus and God. ഫാദറിൽ നിന്നും ജീസസിൽ നിന്നും, ഫ്രം ക്രിയേറ്റർ ടു ക്രിയേഷൻ, ഫ്രം എന്താ ദൈവം യേശുവിനെ വിളിച്ചു, പക്ഷെ ഇപ്പൊ ദൂതന്മാരെയാ വേണ്ടിയത്. എന്നിട്ട് നോക്കിയേ ആ 18-ാമത്തെ വാക്യം, പൗലോസ് അതിനെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? പ്രാർത്ഥനക്കാര്, ഉപവാസത്തിൽ രസിക്കുന്നവരെ പൗലോസ് അവരോട് പറയുക, രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും.
എന്താ ഈ സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കാന്ന് പറഞ്ഞാൽ? എന്റെ കാര്യം മാത്രമേ ഈ കാണുന്നുള്ളൂ. സഭയുടെ കാര്യം കാണാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുന്നത് എന്റെ വിസ, എന്റെ PR, എന്റെ തലമുറ, എന്റെ വിവാഹം, എന്റെ എല്ലാം. ഇറ്റ്സ് അബൌട്ട് മീ. ഈ ആത്മീകതയെ പൗലോസ് വിളിക്കുന്നതാണ് സ്വന്തം ദർശനങ്ങളിൽ പിടിക്കപ്പെട്ട്. അതുകൊണ്ട് താഴെയുള്ള വാക്യത്തിലാണ് തലയെ മുറുകെ പിടിക്കാതെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഇഷ്ടം തിരിച്ചറിയാതെ എന്റെ ഇഷ്ടം അങ്ങോട്ട് പ്രാർത്ഥിച്ച് അതിനെ പിടിച്ചു വാങ്ങിക്കുമ്പോൾ 4:12 ഒരു കാര്യമുണ്ട്. എന്താ യഥാർത്ഥ പ്രാർത്ഥന? നിങ്ങൾ തികഞ്ഞവരായി ദൈവഹിതം സംബന്ധിച്ചൊക്കെയും. അതാ പ്രാർത്ഥനയിൽ നടക്കേണ്ടത്. ലോർഡ്, യോർ വിൽ. ബാംഗ്ലൂരിലാ ജീവിക്കേണ്ടതെങ്കിൽ യോർ വിൽ. മടങ്ങി കേരളത്തിലാ പോകേണ്ടതെങ്കിൽ യോർ വിൽ. അല്ല വേറൊരു രാജ്യത്തിലാണെങ്കിൽ യോർ വിൽ. അതാ മെച്യൂരിറ്റി, അതാ തികവിന്റെ ലക്ഷണം. പക്ഷെ ഇവരുടെ ആത്മീയത എന്താണെന്നറിയോ? പിടിച്ചു വെച്ചോണ്ടിരിക്കുക. 5 ദിവസമായി, ഇനി അടുത്ത 6-ാം ദിവസം പോണ. എന്റെ കാര്യം സാധിക്കണം, എന്റെ മനസ്സിലിരിക്കുന്നത് നടക്കണം, അതിന്റെ തടസ്സങ്ങൾ മാറണം. അത് നിഴല് പോലെ പോരാടുന്നതുകൊണ്ട്, മുമ്പിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് തടസ്സം. ഇത് എന്റെ കാര്യം നടക്കണം. അതിനുള്ളൊരു ആത്മീയത, അതിനുള്ളൊരു ഉപവാസം. അതിനെ പൗലോസ് വിളിക്കുന്ന നോക്കിക്കേ. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ട. 2:18 നോക്കിയേ പ്രിയ ദൈവമക്കളെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടപ്പോൾ എന്നെ അത് ഭയപ്പെടുത്തുന്നു ആ വാക്ക്. ഇവര് സ്പിരിച്വലാണ്, ഉപവാസമായിട്ട് ചെയ്യുന്നതും ദർശനം ഉണ്ട് അവിടെ. ഇതെല്ലാം ഓൺ കാര്യമാണ്. പൗലോസ് അതിനെ വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ആ ആത്മീകതയ്ക്ക് ഒരു പേരുണ്ട് പൗലോസിന്റെ കയ്യിൽ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ജഡ മനസ്സിനാൽ ചീർക്കുകയും. സ്പിരിച്വലിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ കാർണാലിറ്റി? ജഡം, സ്പിരിച്വൽ ഓർ കാർണൽ, ഇത് 2 ഓപ്പോസിറ്റാ. ഇവരുടെ ആത്മീകതയെ പൗലോസ് വിളിക്കുന്നത് എന്താണെന്നറിയാം? ഈ കൊലോസി ആൾക്കാരുടെ ആത്മീകതയെ സ്വന്തം കാര്യം അന്വേഷിച്ച് ഇഹലോകത്തിൽ യേശുവിനെ ഉപയോഗിച്ച്, ജീസസ് ഈസ് ജസ്റ്റ് എ മീൻസ് ടു ഗെറ്റ് ദെയർ തിങ്സ് ഡൺ. അതിനെ പൗലോസ് വിളിക്കുന്നത് ഈ ആത്മീകത തന്നെ ജഡമനസ്സിന്റെ ലക്ഷണമാണ്. അത് ഭയങ്കരമാണ്. അത് ഭയങ്കര ഒരു കാര്യമാണ്. ഇന്നത്തെ ദിവസം ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ക്രിസ്തു സ്വരൂപമായി മാറ്റുന്ന യേശുവിന്റെ ഹിതം മാത്രം നടക്കട്ടെ. അത് പ്രാർത്ഥിപ്പിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പിടിച്ചു വാങ്ങിക്കുന്ന ഒരു പ്രാർത്ഥനയെ ബൈബിൾ ശക്തമായി വിളിക്കുന്നു. അത് എന്റെ ഇഷ്ടം ജഡമനസ്സിനാൽ. ഈ ചീർക്കുക എന്നുള്ളതിനെ കൊരിന്ത് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിലൊക്കെ ഒരാളോട് പോരാടുന്നതിനെ വിളിക്കുന്നതാണ്. 5-ാം അധ്യായം 2-ാം വാക്യത്തിലുണ്ട്. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ അറിവ് ചീർപ്പിക്കുന്നു. അത് എല്ലാവർക്കും ഓർമ്മയുള്ള വാക്യമായിരിക്കല്ലോ, 1 കൊരിന്ത്യർ 8:1. പക്ഷെ ഞാൻ ഈ 2:18 അറിവ് മാത്രമല്ല, ചില ആത്മീകത ചീർപ്പിക്കും. അറിവ് ചീർപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മീകത, ഏതാത്മീകത? ഐ ആം ഓൺലി കൺസേൺഡ് അബൌട്ട് മൈസെൽഫ്. എന്റെ സൗഖ്യം, എന്റെ വീട്, എന്റെ ജോലി, എന്റെ കെട്ടിടം, എല്ലാം എന്റെ കാര്യം. അതിനെ വിളിക്കുകയാണ് ജഡ മനസ്സിനാൽ ചീർക്കുകയും. 23-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അവിടെ ഈ പദം കാണുന്നു. അതുകൊണ്ടാ. ഏത് പദം എന്നറിയാമോ? അവര് നോക്കുമ്പോ അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്. പക്ഷെ പൗലോസ് പറയുക, ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ചെയ്യുന്നതും പറയുന്നതും മുഴുവൻ. 2:23 താഴ്മയിലിന്റെ ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുണ്ട്. ജ്ഞാനത്തിന്റെ പേര് മാത്രം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നത് എന്താണെന്നറിയോ? സ്പിരിച്വാലിറ്റിയുടെ ഒരു പേരുണ്ട്, ശബ്ദമുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷെ എന്തോ ഇല്ലെന്നറിയാമോ? അടുത്ത വാക്ക് നോക്കിക്കേ. ജ്ഞാനത്തിന്റെ പേര് മാത്രമുണ്ട്, പക്ഷെ ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. എല്ലാരും കണ്ടോ ആ വാക്യം? യഥാർത്ഥ ഗ്രോത്തിന്റെ ലക്ഷണം എന്താ? ജഡ അഭിലാഷം പിടിച്ചടക്കുന്ന ആത്മീകതയാണ്. എപ്പാഫ്രാസ് നോക്കിയപ്പോ ഇവർക്കില്ല. ഇവർ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഇവരുടെ ഇഷ്ടമാണ്. ഇവര് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ജഡത്തിൽ തോന്നിയ അംബിഷൻ, ഡ്രീം, എനിക്കുള്ള ആഗ്രഹം,
എന്റെ കൂട്ടുകാർ അങ്ങനെ പോയി, ഞാനും പോകണം. എന്റെ ആഗ്രഹം. അതിനെ പൗലോസ് പറയാ, ഈ വിശുദ്ധിയുടെ നമ്മൾ നിർവചിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ജഡ അഭിലാഷം അടക്കുവാൻ പ്രയോജനമുള്ളതല്ല. നിങ്ങളുടെ ഇടയിൽ ബൈബിൾ സ്കോളേഴ്സും ബൈബിൾ നല്ലതായിട്ട് പഠിക്കുന്നവരും ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയാം. എന്താന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് പരിഭാഷ ഉള്ളവരെല്ലാം ഒന്ന് നോക്കിയേ. ആ ജഡ അഭിലാഷം അടക്കുവാൻ പ്രയോജനമുള്ളതല്ല എന്നതിന്റെ പരിഭാഷ ഒന്ന് നോക്കിയേ. NIV ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് they lack any value in restraining sensual indulgence. എന്ന് പറഞ്ഞാൽ ഈ ആത്മീകത, ഈ സ്വന്തം കാര്യത്തിന്റെ ഉപവാസം, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു റെസിസ്റ്റ് ദ പവർ ഓവർ അവർ ഡിസയർ. എന്റെ ആഗ്രഹത്തെ മരിപ്പിക്കുന്ന ഉപവാസം അല്ലിത്. വേറൊരു പരിഭാഷ പറയുന്നത്, ദേ ഹാവ് നോ റിയൽ വാല്യൂ ഇൻ കൺട്രോളിങ് ഫിസിക്കൽ പാഷൻ. ഉപവസിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ടോ, രാവിലെയും വൈകിട്ടും വായിക്കുന്നുണ്ട്. പക്ഷെ ഈ വചന വായന എന്റെ ജഡമോഹത്തെ ത്യജിക്കാൻ എന്നെ സഹായിക്കുന്നില്ല. പക്ഷെ അതുമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ RSV എന്ന് പറഞ്ഞൊരു വേർഷൻ ഉണ്ട് കേട്ടോ, ഇംഗ്ലീഷ് ബൈബിൾ RSV. അത് കുറച്ചുകൂടെ മൂലപദവുമായിട്ട് കൂറു പുലർത്തുന്ന ഒരു ട്രാൻസ്ലേഷനാണ്. RSVക്കാര് ആ വാക്യത്തിന് ഒരു ഫുട് നോട്ടും കൊടുത്തിട്ടുണ്ട്. കാരണം ചില മാനുസ്ക്രിപ്റ്റിൽ അതിനെ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാം. അത് ഞാൻ വായിക്കാൻ പോവുക. ഈ ജഡാഭിലാഷം അടക്കുവാൻ പ്രയോജനമുള്ളതല്ല എന്നല്ല, എന്താണെന്നറിയാമോ? they are only serving to indulge a flesh. ഏത്? ഈ ആത്മീകതയും ഈ ഉപവാസവും ജഡാഭിലാഷം അടക്കുവാൻ കഴിവുള്ളതല്ലെന്ന് മാത്രമല്ല, അത് ജഡാഭിലാഷം കൂട്ടുന്നേ ഉള്ളൂ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനൊരു ഡേഞ്ചർ ജഡാഭിലാഷത്തെ അടക്കാൻ കഴിയുന്നതല്ല എന്ന് മലയാള പരിഭാഷ പറയുമ്പോ മൂലപദത്തിൽ അങ്ങനെയും അർത്ഥമാകാം. എങ്ങനെയും ഈ ആത്മീകത ജഡാഭിലാഷം അടക്കാൻ ഒക്കുന്നില്ലെന്ന് മാത്രമല്ല, ജഡാഭിലാഷം കൂട്ടുന്നു. എന്ന് പറഞ്ഞാൽ ലോകമനുഷ്യൻ ഇല്ലാത്ത ആഗ്രഹമാണ്. ലോകമനുഷ്യന് എങ്ങനെയല്ലോ ഉള്ളത് കൊണ്ട് ഒതുങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ നമ്മളുടെ ചിന്ത, ഐ ആം ജീസസ്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു ബലപ്പെടുകയാണ്, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഇപ്പൊ ചിന്ന ഭിന്ന. ലോകത്തിലില്ലാത്ത ജഡാഭിലാഷം ഇതിനകത്തുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ഉപവാസവും സ്വന്തം ദർശനങ്ങളോടായി കഴിയുമ്പോ കൊലോസിയിൽ സഭ വളർന്നു. പക്ഷെ എല്ലാരും എപ്പഫ്രാസ് നോക്കുമ്പോ ഇവന്റെ അകത്ത് ഇതായിരിക്കുന്നത്, ഇവന്റെ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാരും ബൈബിൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ജഡാഭിലാഷത്തെ അടക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ജഡാഭിലാഷം കൂട്ടുന്ന ഒരു ആത്മീയത. ഇന്ന് രാത്രി ഇത് പറയുന്നത് എന്തിനാണെന്നറിയാം? എവിടെങ്കിലും ഇതിന്റെ കരടുണ്ടെങ്കിൽ, ഈ വചന ശുശ്രൂഷയിൽ എനിക്ക് അതിന് ശക്തിയുള്ള വ്യക്തിയല്ല, വളരെ ബലഹീനനായ ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെത്തി മാറ്റേണ്ടതിനെ ദൈവം വചനത്താൽ ചെത്തി മാറ്റുകയും ഒരു വിളവിന് തടസ്സമായി എന്നിൽ ഉണ്ടായി നിൽക്കുന്ന കതിരുകളെ, കരടുകളെ ഞാൻ ആത്മീയമെന്ന് ചിന്തിച്ച് സ്വന്തം കാര്യം നേടാൻ നിൽക്കുന്ന ആ പ്രവണതയെ വചനത്താൽ വെട്ടിമാറ്റി എടുത്തു കളഞ്ഞ് ഒരു പുതിയ മനസ്സ് കിട്ടിയതുപോലെ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ട് എഴുന്നേൽക്കുമ്പോ, അയ്യോ എന്നിൽ എന്തോ നടന്നു, എന്റെ ആഗ്രഹം എവിടെ പോയെന്ന് ഇപ്പൊ എനിക്ക് അറിയത്തില്ല. ഇതായിരുന്നു എന്റെ ആഗ്രഹം, ഇതിനു വേണ്ടിയാ ഞാൻ കഴിഞ്ഞ 1 മാസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോ അങ്ങ് പോയി. എന്റെ പ്രാർത്ഥനാ വിഷയം മാറി. എന്റെ പ്രാർത്ഥനാ വിഷയം തികഞ്ഞവനാകണം. എനിക്ക് വളരണം ആത്മീയമായി. എനിക്ക് ആത്മീകമായി ക്രിസ്തു സ്വഭാവം ഉണ്ടാകാതെ ജഡാഭിലാഷത്തെ സാധൂകരിക്കുന്ന, ജഡാഭിലാഷത്തെ പോഷിപ്പിക്കുന്ന, ജഡാഭിലാഷത്തിന് വളമിടുന്ന ഒരു പ്രാർത്ഥന എനിക്ക് വേണ്ട. അതല്ലേ 3-ാം അധ്യായത്തിന് 1-ാം വാക്യമാണ്. ജഡാഭിലാഷത്തെ അടക്കുവാൻ പ്രയോജനമല്ല എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ആകയാൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തു ഇരിക്കുന്നിടത്തെ ഉയരത്തെ അന്വേഷിക്കൂ. ഇഹലോകത്തിലെ അല്ല. ഇഹലോകത്തിലെ കാര്യങ്ങളൊക്കെ അപ്പൊ എന്താ? സ്തോത്രത്തോടെ അർപ്പിച്ചോണം.
കർത്തൃപ്രാർത്ഥനയിലും ഉണ്ട്. യു ആസ്ക്, ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അർപ്പിച്ചോണം. ഇതറിയാത്ത ഒരാളെ ഇങ്ങനെ ഉണർത്തുകയല്ല, ഇതെല്ലാം നല്ലതായി അറിയാവുന്ന, എന്റെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും സാമ്പത്തിക കാര്യത്തെക്കുറിച്ചും എല്ലാം നല്ല ബോധ്യമുള്ള ഒരു പിതാവിന്റെ അടുക്കൽ ചെന്ന് എന്റെ ആവശ്യം സ്തോത്രത്തോടെ ഞാൻ അർപ്പിക്കുന്നു. പക്ഷെ ഞാൻ പോരാടേണ്ടത് ആവശ്യത്തിന് വേണ്ടിയല്ല. ഞാൻ പോരാടി പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ, ഞാൻ പോരാടി ഇതിന് ആൻസർ വാങ്ങിച്ചുകൊണ്ട് എഴുന്നേക്കത്തുള്ളെന്ന് പറയേണ്ട ഒരു വിഷയമുണ്ടെങ്കിൽ, എന്റെ ആത്മീക നിലവാരത്തിന്റെ ഉയർച്ച, ഞാൻ തികഞ്ഞവനാകണം, എനിക്ക് ക്രൈസ്റ്റ് ലൈക്ക് ചിന്തകൾ വേണം. അതിനുവേണ്ടി നോക്കിക്കേ, 1:24 നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമ്മൾ എത്തി. ഇവിടെ പൗലോസേ ഇവരുടെ ആത്മീകതയെ കറക്റ്റ് ചെയ്യുക. ഇവരുടെ ആത്മീയതയെ കറക്റ്റ് ചെയ്യുന്നത് കുറെ ഡെഫിനിഷൻസ് കൊടുത്തല്ല. പൗലോസിന്റെ ജീവിതം അങ്ങ് പറയുക. എടാ, തികഞ്ഞവൻ എന്ന് പറഞ്ഞാൽ, ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ താഴ്മയോട് പൗലോസ് അവതരിപ്പിക്കുക. ദാ, ഞാൻ എന്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഞാനും ഉപവസിക്കുന്ന വ്യക്തിയാണ്, ഞാനും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ വാട്ട് ഈസ് മൈ ഹാർട്ട് ബീറ്റ്? ലുക്ക് അറ്റ് ചാപ്റ്റർ 1:24. 1:24 നോക്കിക്കേ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് വളരെ സംസാരിച്ച 2 പദമാണ്. ആദ്യത്തെ 2 പദം എല്ലാരും നോക്കി. ഇപ്പോൾ ഞാൻ ചുമ്മാതെ അത് പല പ്രാവശ്യം വായിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായി കർത്താവ് എന്നോട് ഇടപെട്ടു. ഇപ്പോൾ ഞാൻ എന്നുള്ള ആ പദം 1-ാം അധ്യായം 3 മുതൽ 14 വരെ ആരെക്കുറിച്ചാ പറയുന്നതെന്നറിയാം? ഒറ്റ വാക്യം മാത്രം വായിക്കാം. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കാണാം, പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. 1-ാം അധ്യായം 3 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങളുടെ സംക്ഷിപ്തം എന്തെന്ന് ചോദിച്ചാൽ, ഫാദേഴ്സ് വർക്ക് ഫോർ അസ്. പിതാവ് എന്തോ ചെയ്തു? എന്നെ പ്രാപ്തനാക്കി, എന്നെ വീണ്ടെടുത്തു. 1:15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ആരെ കുറിച്ചാണെന്നറിയാം? പുത്രനെ കുറിച്ച്. അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പുത്രൻ സഭയുടെ തലയാണ്, പുത്രൻ എല്ലാറ്റിനും ഒന്നാമനാണ്. എന്നിട്ടാണ് 1:24. ഇപ്പൊ പിതാവിനെയും പുത്രനെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ, കറക്റ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നിൽ വരുന്ന പ്രതികരണം എന്താണെന്നറിയാം? എന്നിൽ വരുന്ന പ്രതികരണം, പിതാവേ അങ്ങ് സർവശക്തനാണ്, പുത്രനെ അങ്ങ് സർവശക്തനാണ്, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നാട്ടെ. അതല്ല, യഥാർത്ഥമായിട്ടും പിതാവ് എന്നിൽ ചെയ്തത് മനസ്സിലായാൽ, യഥാർത്ഥമായി പുത്രൻ എന്നിൽ ചെയ്തത് മനസ്സിലായാൽ, ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം ദൈവത്തിനുള്ളതാണ്. ഇതാണ് ആത്മീക പക്വത, ഇതാണ് ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ. ക്രൂശ് എന്നുള്ളത് അഡോർ ചെയ്യാനുള്ള ഒരു വസ്തു മാത്രമല്ല. അതിനെ നോക്കി നമ്മൾ കർത്തൃമേശയുടെ സമയത്ത് പറയുന്ന പോലെ, കർത്താവേ നിനക്ക് ഈ വേദന വരുത്തി വെച്ച നീചൻ ഞാൻ, അയ്യോ നന്ദി കെട്ട ഈ നരകയാതനയിൽ നിന്ന് നേടാൻ മന്നവാ തിരു പൊൻകൊരുതിനെ, അത് നമ്മൾ ആ ക്രൂശിനെ അങ്ങ് ഐഡലൈസ് ചെയ്ത്, താങ്ക് യു ഇംഗ്ലീഷ് ആകുമ്പോൾ താങ്ക് യു ഫോർ ദ ക്രോസ് ലോർഡ്, താങ്ക് യു ഫോർ ദ പ്രൈസ് യു പെയ്ഡ്. അത് ഒരു ലെവലുള്ള ആത്മീയതയാണ്. അപ്പോ നമുക്ക് കണ്ണുനീരും വരും. താങ്ക് യു. ഈ താങ്ക് യു അല്ലാതെ ഒന്നുമില്ല. ക്രൂശ് നിമിത്തം എനിക്കിനി നേട്ടം വേണം. പൗലോസിന്റെ ആത്മീയത എന്താണെന്നറിയാം? ജഡ മനസ്സിനെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. പിതാവ് അന്ധകാരത്തിൽ നിന്നും എന്നെ ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട്, പുത്രൻ തന്റെ രക്തത്താൽ, 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കിയത് കൊണ്ട്, ആ രക്തം ചൊരിഞ്ഞത് കൊണ്ട്. Cross is not an instrument to adore. Cross is not an instrument to worship. It is a model to imitate. അനുകരിക്കാനുള്ള ഒരു മാതൃകയാണ്. അതാണ്
യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ. ഈ 5-ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കുടുംബമായി നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ വിൽ യു പ്രേ ലോർഡ് ഗിവ് us this spirituality? ആഴമായി പ്രാർത്ഥിക്കാൻ 2 ദിവസങ്ങളുണ്ടല്ലോ. കർത്താവേ, we want to grow. എന്തിൽ വളരണം? growing in the will of God, growing in the knowledge of God, growing in the attitude of Christ, growing in your will for my life. എന്റെ ഇഷ്ടമല്ല, എന്റെ പദ്ധതിയല്ല, അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി. ഇനി ശ്രദ്ധിച്ച എല്ലാരും, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു വലിയൊരു കാര്യമാണ് പൗലോസ് പറയുന്നത്. 2 പദങ്ങൾ ഞാൻ 24-ാം വാക്യത്തിൽ കാണിക്കാൻ താല്പര്യപ്പെടുക. എല്ലാരും കണ്ടോ? എന്റെ ജഡത്തിൽ എന്നുള്ള പദം കണ്ടോ? എന്റെ ജഡത്തിൽ. എന്നിട്ട് 2-ാമത്തെ ഒരു പദമുണ്ട്, സഭയായ അവന്റെ ശരീരം. 2 പദം ശ്രദ്ധിക്കൂ. എന്റെ ജഡം, അവന്റെ ശരീരം. ഒന്നുകൂടെ ആവർത്തിക്കുക, എന്റെ ജഡം, അവന്റെ ശരീരം. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1:22 ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ 1:24 ഡിസ്കണക്റ്റഡ് ആയി വായിക്കേണ്ട ഒരു വാക്യമല്ല. 1:22 പറയുന്നത്, അവൻ ചൊരിഞ്ഞ, നോക്കിക്കേ, യേശുവിനെ കുറിച്ച് പറയുന്നത് 1:22 വാക്യം, അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ. ആരുടെ? ഈ 2 വാക്കുകൂടെ ഒരുമിച്ച് വരിക. യേശുവിന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. പൗലോസ് എന്താ ഇപ്പൊ പറയുന്നതെന്നറിയോ? യേശുവിന്റെ ജഡശരീരത്തിൽ യേശു എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് ആ ത്യാഗമരണത്തിലൂടെ പിതാവിനെയോട് എന്നെ നിരപ്പിച്ചു. ജഡശരീരം. ഇപ്പൊ ആരുടെ സമയമാണ്? ഇപ്പോ എന്റെ സമയം. ഇപ്പോൾ ഞാൻ എന്റെ ജഡശരീരം, എന്റെ ജഡം അവന്റെ ശരീരത്തിന് വേണ്ടി കൊടുക്കാം. അതെന്തൊരു വലിയ കാഴ്ചപ്പാടാണ് ദൈവമക്കളെ. ചിന്തിച്ചു നോക്കിക്കേ. യേശുവിന്റെ ജഡശരീരം എനിക്ക് വേണ്ടി, എന്റെ ജഡം അവന്റെ ശരീരത്തിന് വേണ്ടി. എന്നെ കേൾക്കുന്ന ഏവരുമേ, ഇന്നത്തെ ഈ മീറ്റിംഗിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ബാംഗ്ലൂരിൽ നിങ്ങൾ വന്നത്, ഇവിടെ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്, ഇത് യാദൃശ്ചികമായിട്ടല്ല. ഒരു പർപ്പസ് ഉണ്ട്. എന്താ പർപ്പസ് എന്നറിയാമോ? അവന്റെ ശരീരത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പട്ടണത്തിലായിരിക്കുന്നത്. നിങ്ങളുടെ ജഡം അവന്റെ ശരീരത്തിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ആ ജഡം സൂചിപ്പിക്കുന്നത് എന്താ? മൈ ടൈം, മൈ ടാലന്റ്, മൈ ട്രഷേഴ്സ്. എന്റെ സമയം, എന്റെ താലന്തുകൾ, എന്റെ നിക്ഷേപം ഓരോ മാസത്തെയും ക്രെഡിറ്റഡ്, SBI ക്രെഡിറ്റഡ്. അത് വരുമ്പോ നെഞ്ചിൽ വേദനയാ. കർത്താവേ, എന്റെ ജഡം ശരീരമായ അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി. പ്രൊമോഷൻ കിട്ടിയതോ? അതാണ് ആത്മീയ പക്വത. അല്ലാതെ ഇന്ന് നേരെ എല്ലാം തിരിഞ്ഞിരിക്കുക. സഭ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളൊരു വലിയ പുള്ളിയായി തീരട്ടെ, ഇതല്ലേ എനിക്ക് വേണ്ടി. ഒരു ഉപഭോക്ത സംസ്കാരമാണിത്. ഉപവാസ പ്രാർത്ഥന, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഞാൻ രക്ഷപ്പെടുമ്പോൾ ഇത് സഭയ്ക്ക് വേണ്ടി. പൗലോസ് പറയുക, ആത്മീക പക്വത എന്നുള്ളത് ജഡമനസ്സിനാൽ ചീർത്ത് ജഡമനസ്സിനെ മരിപ്പിക്കാത്ത ഒരു ഉപവാസവും ദർശനവുമല്ല. ഉയരത്തിലുള്ളത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ 3-ാം വാക്യത്തിൽ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് തോന്നും. ഉയരത്തിലുള്ള, കർത്താവ് ശരിയാ, ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ഉയരത്തിലുള്ള ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അസൽ അർത്ഥം എന്താണെന്നറിയാം? ഉയരത്തിന്റെ ടേസ്റ്റ് ഇന്ന് ഒരിടത്തുണ്ട്, അത് സഭയാണ്. ഉയരത്തിൽ മനസ്സുള്ളവരുടെ നെഞ്ചിടിപ്പ് സഭ. അവന്റെ സഭയായ ശരീരത്തിന് വേണ്ടി എന്റെ ജഡത്തിൽ. നോക്കിക്കേ, 2ന്റെ ഇതിങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയോ? 2 പദം ഇവിടെ വന്നു. 1:24 എന്റെ ജഡത്തിൽ അവന്റെ ശരീരത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞ അതേ പദം 1:22 യേശുവിനെ കുറിച്ച്. ഈ 2 പദം കൂടെ അടുത്തതായി ഈ ബുക്കിൽ വരുന്ന എവിടാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇന്നത്തെ സന്ദേശത്തിൽ തന്നെ ഞാൻ ഇതിനോടകം അത് പറഞ്ഞു. ജഡം, ശരീരം,
എവിടാ വരുന്നതെന്ന് ചോദിച്ചാൽ ഇവരുടെ ആത്മീയതയിൽ അതുണ്ട്. 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ ശരീരത്തിന്റെ ഉപേക്ഷയിൽ രസിക്കുകയാണ്, ജഡമനസ്സിനാൽ ചീർക്കുകയാണ്. ഇവരുടെ ആത്മീയത, കൊലോസ്യ ആൾക്കാരുടെ ആത്മീയത എന്ന് പറഞ്ഞാൽ എനിക്ക് നേട്ടം വേണം. ഇറ്റ്സ് അബൌട്ട് ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് അസെറ്റ്സ്. പൗലോസ് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് യു, ഇറ്റ്സ് അബൌട്ട് ചർച്ച്. ഇത് സഭയുടെ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ വിളിക്കുന്നതാണ് നല്ല ഗ്രോത്ത് ഉണ്ട് ബ്രദറിന്റെ. മുറിക്കാത്തിരുന്ന സ്വാർത്ഥമായ പ്രാർത്ഥനയിലല്ല, പ്രാർത്ഥിക്കുമ്പോൾ സ്വാർത്ഥത വിട്ടുള്ള ദൈവരാജ്യത്തിന്റെ സങ്കല്പത്താൽ നിറയപ്പെടുമ്പോൾ അതിനെ വിളിക്കുന്നതാ ബ്രദർ യു ആർ ഗ്രോയിങ്. സ്വന്തം ദർശനങ്ങളിൽ പിടിക്കപ്പെട്ട് എന്റെ ആവശ്യത്തിന്റെ വലയത്തിൽ കിടന്ന് കറങ്ങുമ്പോഴല്ല, when God's purpose is my priority, then I am growing. I am becoming a matured believer. നോക്കിക്കേ, ഈ വാക്യത്തിന്റെ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പദപ്രയോഗമാണ് 1:24. യഥാർത്ഥ പക്വത എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ജഡം, മൈ ഫ്ലഷ് ഈസ് ഫോർ ഹിസ് ബോഡി. ഇപ്പോൾ ഞാൻ, ഇത് എനിക്ക് ദൈവം തന്ന ഒരു അവസരമാണ്. പ്രിയമക്കളെ, ഇന്ന് ന്യൂസ് ഫോളോ ചെയ്ത എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായില്ലേ? ഇവിടെ പാൻഡമിക് ഇപ്പൊ നമ്മള് ഓവർകം ചെയ്തിരിക്കുന്നത്, നമ്മള് കാർബ്സ് ഇപ്പൊ കഴിക്കുന്നില്ല. പിന്നെ കീറ്റോ ഡയറ്റ് ഉണ്ട്, ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു, കീറ്റോ ഡയറ്റ് നോക്കി. പിന്നെ ഹെൽത്തി ഫൈമി ഡൗൺലോഡ് ചെയ്തപ്പോ ഞാൻ അതിന്റെ ഒരു വ്യത്യാസം കാണുന്നു. ഇന്നിപ്പോ മനസ്സിലായോ? പ്രായം, നമ്മളെക്കാട്ടിൽ ബലം, നമ്മളെക്കാട്ടിൽ എല്ലാം ഉള്ളപ്പോൾ ഇന്നിവിടെ ഇരിക്കുന്നത് കൃപയല്ലേ ദൈവമക്കളെ? ചിന്തിച്ചു നോക്കിക്കേ. എന്തിനാ ശ്വസിക്കുന്നത്? അതാ ചിന്തിക്കേണ്ടത്. എന്തിനാ ശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ നേട്ടം ഉണ്ടാക്കാനല്ല, അവന്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരവസരം കൂടെ തന്നിരിക്കുകയാണ് ഇപ്പൊ. അതിനു വേണ്ടി എന്റെ ശ്വാസം, അല്ലാതെ എനിക്ക് വേണ്ടി ജീവിക്കാനല്ല. അത് നോക്കി, അതിന്റെ ഒരു പൂർണ്ണ ആവിഷ്കാരം ആ വാക്യത്തിൽ വ്യക്തമായിട്ടുണ്ട്. 24-ാം വാക്യം, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 പ്രാവശ്യം അവിടെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഫോർ യു നോട്ട് ഫോർ മീ. എന്താ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് അതിന്റെ അവസാന ഭാഗം ശരീരത്തിന് വേണ്ടി. എല്ലാരും കണ്ടോ? ഇത് ജഡമനസ്സിന്റെ പ്രാർത്ഥനയല്ല, ഇത് ദൈവ മനസ്സിന്റെ പ്രതിഫലനമാണ്. ഏത്? ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ. എനിക്ക് വേണ്ടി അല്ല ഞാൻ ഈ കുത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി. ഈ ലോകത്തിൽ ഒരു വലിയ തത്വമുണ്ട്. എന്താണെന്നറിയാം ലോകത്തിലെ തത്വം? ചിലപ്പോൾ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളോട് അവരെ പഠിപ്പിക്കാൻ എൻകറേജ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്. മോനെ, നോ പെയിൻ നോ ഗെയിൻ. നീ രാത്രിയിൽ ഇരുന്ന് വീഡിയോ ഗെയിമും കളിച്ചിരുന്ന് നീ ഒന്നും അവസാനം റിസൾട്ട് വരുമ്പോ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ നിനക്ക് ഒക്കത്തില്ലേ? നോ പെയിൻ നോ ഗെയിൻ, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയും. രാത്രി എഴുന്നേറ്റിരുന്ന് പഠിച്ചേ. ഈ തത്വം സാർവലൗകികമാണ്, നോ പെയിൻ നോ ഗെയിൻ. പക്ഷെ പൗലോസിന്റെ ഫിലോസഫിയിൽ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാം പൗലോസ് പറയുന്നത്? മൈ പെയിൻ ഈസ് നോട്ട് മൈ ഗെയിൻ, മൈ പെയിൻ ഈസ് അതേഴ്സ് ഗെയിൻ. അതാണ് മെച്യൂരിറ്റി, അതാണ് ആത്മീകന്റെ വീക്ഷണം. എന്റെ പെയിൻ, എന്റെ ത്യാഗം നിങ്ങൾക്ക് വേണ്ടി. മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ കഷ്ടപ്പെട്ടാ എന്റെ കുഞ്ഞിനെ വളർത്തിയത്. ചിലതൊക്കെ ഒന്ന് വെളിയിൽ പോയി കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിക്കാതിരുന്നാടാ നിന്നെയൊക്കെ വളർത്തിയത്. സ്വന്തം മക്കൾക്ക് വേണ്ടി ചെയ്യും. പക്ഷെ പൗലോസ് പറയുന്ന ആർക്കാന്നറിയാം? അവരെ കണ്ടിട്ട് പോലും ഇല്ല. 2:1 പറയുക, 2:1 ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും. ഇതല്ലേ ആത്മീക പക്വത? തന്റെ ശ്വാസം താൻ പ്രാർത്ഥിക്കുന്നത്. എപ്പാഫ്രാസും പൗലോസും കൂടെ കാരാഗ്രഹത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടോ? അവർ രണ്ടുപേരും കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, ഈ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വരണേ. നോ. അവര് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ വിശ്വാസികൾക്ക് പക്വത കൊടുക്കണേ, നിങ്ങൾക്ക് വേണ്ടി, ശരീരത്തിനു വേണ്ടി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ വിഷയം ഒന്ന് സെക്കൻഡറി ആയി.
ദൈവസഭയുടെ വിഷയം ഫസ്റ്റായി മാറുന്നെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഇറ്റ് വാസ് ഗോഡ് ഓർഡെയിൻഡ് ഫാസ്റ്റിംഗ്. എന്റെ വിഷയമൊക്കെ അങ്ങ് താഴെ പോയി, ഇതിപ്പോ സഭയുടെ വിഷയമാണ് എന്റെ വിഷയം, സഭയ്ക്ക് വേണ്ടി. അതാ പൗലോസ് പറയുന്നത്. എന്നിട്ട് നോക്കിയേ, അടുത്തായിട്ട് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള, വാസ്തവത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു പദപ്രയോഗം ആ 1:24 ഏതാണെന്നറിയാം? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത്. എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അത് മനസ്സിലാക്കാൻ. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായി ഉണ്ടെന്നോ? കാരണം എന്താ മനസ്സിലാക്കാൻ പ്രയാസം എന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായം 15 മുതൽ 23 വരെ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഇംഗ്ലീഷ് ബൈബിളിന്റെ ടൈറ്റിൽ ഒന്ന് നോക്കിയേ, എന്താ എഴുതിയിരിക്കുന്നത്? ചാപ്റ്റർ 1:15 തൊട്ട് മുമ്പ്. എന്റെ ബൈബിൾ ഞാനൊരു NIV വേർഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ദ സുപ്രമസി ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ഈ യേശുവിന്റെ സുപ്രമസി, അപ്രമേയത്വം. പക്ഷെ ഈ അപ്രമേയത്വമായിട്ട് ചേരാത്തൊരു വാക്കാണ് 24 കഷ്ടാനുഭവങ്ങളിൽ കുറവുണ്ടെന്ന്. സർവശക്തനായ ദൈവത്തിനോ, എല്ലാറ്റിലും ആദ്യജാതനായവനോ, സർവസൃഷ്ടിക്കും ആദ്യജാതനായ, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതല്ല, അതൊരു ടൈറ്റിലാണ്. ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ 1 ക്ലാസ് അപ്പാർട്ട്. സർവവും നിയന്ത്രിക്കുന്നവനോ കുറവുണ്ടെന്നോ? എന്താ ആത്മീക പക്വത എന്നറിയാമോ? ഈ ദർശനം ലഭിക്കുക. എന്താ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു കുറവുമില്ല. 1:20 ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. കംപ്ലീറ്റ്. ക്രൂശിൽ നിന്ന് കേട്ട ശബ്ദം എന്താ? കുറവുണ്ടെന്നാണോ? ഇല്ല, സകലവും നിവൃത്തിയായി. കംപ്ലീറ്റാ. 2-ാം അധ്യായം 15 കാണുന്ന എന്താ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പക്ഷെ ഇതെന്താ പിന്നെ? കഷ്ടാനുഭവങ്ങളിൽ കുറവായുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഒരാത്മീകനെ അത് കാണത്തുള്ളൂ. നമ്മൾ നമ്മുടെ കുറവ് കാണും അല്ലേ? നമ്മുടെ വണ്ടിയുടെ കുറവ്, നമ്മുടെ വീടിന്റെ കുറവ്, അത് ഭയങ്കര, ആരും പറയണ്ട, അതിനൊരു ദൂതും വേണ്ട. കണ്ണു തുറന്ന് നോക്കുമ്പോഴേ നമ്മൾ കാണും എന്റെ കുറവ്. ഈ ഒരു ഉപവാസപ്രാർത്ഥനയെങ്കിലും അതിനൊരു മറുപടി, ഇതിനൊരു മറുപടി. അത് കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഇത് കാണും. പക്ഷേ ആത്മീകൻ കാണും. എന്തോ കാണുമെന്നറിയോ? പക്വതയുള്ളവൻ കാണും. കഷ്ടാനുഭവങ്ങളിൽ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം പർച്ചേസിങ് ഈസ് ഡൺ. വില കൊടുത്ത് വാങ്ങി, പക്ഷേ പ്രൊപ്പഗേഷൻ ഈസ് പെൻഡിങ്. പടർത്തണം. വാങ്ങിച്ചു, പക്ഷെ ഇത് പടരണം. ബൈയിങ് ഈസ് ഡൺ. വാങ്ങിച്ചു, ബൈയിങ്, പക്ഷെ ബിൽഡിങ് പെൻഡിങ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ബൈയിങ് നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ യേശു കർത്താവിന്റെ നിർദോഷമായ നിഷ്കളങ്കമായ പുണ്യാഹ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ ബിൽഡിങ്ങിന് എന്റെ റിസോഴ്സ് വേണം, എന്നെ വേണം പടരാൻ, പടർത്താൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാർത്ഥതയുടെ ആത്മീകതയോട് വിട പറഞ്ഞ് ശ്വസിക്കുന്ന ശ്വാസം ദൈവത്തിന്റെ ദാനമെന്നും അത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി, ദൈവസഭയുടെ ഉന്നമനത്തിനായി സ്വാർത്ഥതയിൽ നിന്നുള്ള തിരിവിനെ വിളിക്കുന്നതാണ് ഗ്രോത്ത്. There is growth. There is growth in this person. There is growth in this family. There is growth in this church. സഭയെ നോക്കി എപ്പോഴാന്നറിയാമോ ദൈവം പറയുന്നത് വളർച്ചയുണ്ട് ഈ സഭയ്ക്ക്? എപ്പോഴാന്ന് ചോദിച്ചാൽ, ഇരിക്കാൻ സ്ഥലമില്ലാത്തപ്പം മാത്രമല്ല, ഇരിക്കാൻ സ്ഥലമില്ലാതെ ക്രൗഡ് വരാം. യേശുവിന്റെ ശുശ്രൂഷയിൽ ഒത്തിരി ക്രൗഡ് വന്നിട്ടുണ്ട്. ക്രൗഡിനോട് തിരിഞ്ഞു നോക്കി എപ്പോഴും യേശു പറഞ്ഞിട്ടുണ്ട്, നല്ലതായിട്ട് ചിന്തിച്ച് വരാവേ. പക്ഷേ സക്സസ് എവിടാന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം ആൾക്കാര് ഒരുമിച്ചിരുന്ന് പറയുകയാണ്, മടിവാളയിൽ ഞങ്ങളുടെ ഇഷ്ടം നടക്കരുതേ, ഞങ്ങളുടെ സ്വപ്നം വേണ്ട,
മടിവാളയിൽ ദൈവരാജ്യം വ്യാപിക്കട്ടെ. ദൈവ ദർശനം ഞങ്ങളിലൂടെ കാണട്ടെ. സഭയിൽ പാട്ടുപാടി തുടങ്ങുമ്പോൾ തന്നെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഞായറാഴ്ച ദിവസങ്ങൾക്ക് ഒരു പരിമിതി ഇല്ലാതെ ആരാധനയിൽ ആദ്യമായി വന്ന് കേറുന്നവർ, ഇതിനകത്ത് ദൈവമുണ്ട്, ഇങ്ങനെ ഒരു ആരാധനയും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല, അത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം മടിവാളയിൽ ഫോംഡ് ആകുമ്പോൾ അതിനെ വിളിക്കുന്നതാണ്, ഇത് ഗ്രോത്ത് ഉള്ള ഒരു സഭയാണ്. ഇത് സ്വാർത്ഥതയില്ലാതെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു സഭയാണ്. അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സമയം കൈമാറുവാൻ താല്പര്യപ്പെടുക കർത്തൃദാസന്. അടുത്തത് ആ 24-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ്. ഞാൻ എല്ലാരോടും അതൊരു ചോദ്യമായി ചോദിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് ജോയ്? എന്താ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്? 2021 ഡിസംബർ 31 സാക്ഷ്യം പറയാൻ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്താ നമ്മുടെ സന്തോഷം? പൗലോസിന്റെ സന്തോഷം എന്താണെന്നറിയാം? ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ ഒത്തതാണ്. നോക്കിക്കേ, 24, ഞാൻ കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. 2:5 ഈ കൃത്യമായി ബൈബിൾ പഠിക്കുമ്പോൾ 1:24 മുതൽ 2:5 വരെ ഒരു ഖണ്ഡികയാണ്. 1:24 ശരീരമെന്നും സന്തോഷമെന്നും പറയുന്നു. അതേ തീം ഇവിടെയും വരുന്നു. 2:5 ഒന്ന് ശ്രദ്ധിച്ചേ. പൗലോസിന്റെ സന്തോഷം എന്താ? കാരാഗ്രഹത്തില. പൗലോസെ ബാംഗ്ലൂർ വന്ന് ക്ലച്ചൊന്നും പിടിച്ചില്ല അല്ലേ? പ്രാർത്ഥിച്ചു ഒന്നും നയിക്കുന്നില്ല. ഇപ്പൊ ഉള്ള ജോലി തന്നെ എപ്പോ പിരിച്ചു വിടുമെന്ന് അറിയത്തില്ല. എന്താ സ്ഥിതി? ഇപ്പോഴും ഷെയർഡ് റൂമാണ്. ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടിൽ നോക്കിയാൽ, ATM-ത്തിനകത്തോട്ട് നോക്കിയാൽ അതിന്റെ ബാലൻസ് കാണുമ്പോ ഇത് എന്താ, ഇത് എവിടെ കൊണ്ട് നിൽക്കും? പക്ഷെ പൗലോസിന്റെ സന്തോഷം എന്താണെന്നറിയാം? 2:5, ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. പൗലോസിനെ സന്തോഷിപ്പിക്കാൻ ഒറ്റ കാര്യത്തിനെ കഴിയത്തുള്ളൂ, ആത്മീക കാര്യങ്ങൾ. എന്താകുന്നു നമ്മുടെ സന്തോഷം? അവിടെ അറിയാം നമ്മുടെ ആത്മീക പക്വത. നമ്മുടെ ആത്മീക പക്വത നീളത്തിലുള്ള പ്രാർത്ഥന കാണുമ്പോൾ അറിയില്ല. നമ്മുടെ ആത്മീക പക്വത ദർശനമാണ്, കണ്ണടച്ച വെളിപ്പാട്. പക്ഷെ ഇത് എന്താ കാണുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. കാണുന്നത് എന്റെ കാര്യമാണോ, അതോ എന്നെ സന്തോഷിപ്പിക്കുന്നത് അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ ഏൽക്കുന്ന കഷ്ടത, ത്യാഗം പോരാ, അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട് സന്തോഷിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്വാർത്ഥതയുടെ പ്രാർത്ഥനകൾ വിട്ട് ഗ്രോത്തായി നമ്മൾ കാണുന്ന പല കാര്യങ്ങളും മാറ്റിവെച്ച് ആത്മീക വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുത്ത് സഭയുടെ ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ജഡ മനസ്സിനെ ഉപേക്ഷിച്ച ഒരു കൂട്ടം, ഉയരത്തെ ചിന്തിക്കുന്ന ഒരു കൂട്ടം, അവരിയ്ക്കുമ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവഹിതത്തെ ആരായുന്ന ഒരു കൂട്ടം. അതായി നമ്മൾ രൂപപ്പെടുന്നുവെങ്കിൽ, പാട്ടുകാരൻ പാടിയതുപോലെ, ഇമ്പമുള്ള ജീവിതവും ഏറെ ധനമാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയാൻ. പിന്നെ എന്താ ചോദിക്കുന്നേ? പിന്നെ ചോദിക്കുന്നത്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. വിവാഹത്തിന്റെ പ്രപ്പോസൽ വരുമ്പോൾ നിന്റെ ഹിതം പോലെ. ജോലിയുടെ കാര്യം, ഇന്ത്യക്ക് പുറത്തു പോണോ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. സ്വാർത്ഥതയിൽ നിന്നും ജഡമനസ്സിന്റെ ചീർപ്പിക്കൽ അനുഭവത്തിൽ നിന്നും ദൈവത്തിലേക്ക്, ദൈവസഭയിലേക്ക് നമ്മുടെ ചിന്തകൾ പതിയട്ടെ. ഒരു നിമിഷം കണ്ണുകളെ ദൈവസനടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പിൽ വ്യക്തിപരമായും കുടുംബങ്ങളായും നമ്മളെ തന്നെ ശോധന ചെയ്യാം. ആവശ്യങ്ങൾ പ്രാർത്ഥിക്കണ്ട എന്നൊരു ധ്വനി അല്ല ഇതിനകത്ത് ഞാൻ പറയുന്നത്. ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുക, സ്തോത്രത്തോടെ അർപ്പിക്കുക. പക്ഷെ പോരാടി പ്രാർത്ഥിക്കേണ്ടത്, പ്രയോറിറ്റി ഈസ് സ്പിരിച്വൽ ഹെൽത്ത്. എന്റെ മനസ്സ് എവിടാ എന്നുള്ളതാണ്. എന്റെ മനസ്സ് ഉയരത്തിലാണോ, എന്റെ മനസ്സ് ഇഹലോകത്തിലാണോ? എന്റെ പ്രാർത്ഥന ജഡമനസ്സിനാലുള്ള, ജഡമനസ്സിനെ സാധൂകരിക്കുന്ന, ജഡ അഭിലാഷങ്ങളെ ഉണർത്തുന്ന പ്രാർത്ഥനയും ദർശനവുമാണോ? അതോ ഇഹലോകത്തിൽ നിന്നെ വഴിതിരിച്ചു വിടുന്ന നിത്യതയിലേക്കുള്ള ആ സങ്കല്പം? പ്രിയ കർത്താവേ, അവിടുത്തെ മുമ്പിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സഭയായി, വ്യക്തികളായി കടന്നു വരുന്നു. ഈ വചനത്താൽ കണ്ണാടിയിൽ എന്ന പോലെ ഞങ്ങളെ തന്നെ കണ്ടുണരുവാൻ,
ഇപ്പോൾ ഞാൻ എന്നുള്ള പദം അത് ഞങ്ങളായി മാറുവാൻ ഈ തലമുറയിൽ, ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ, ദൈവം എന്നെ ആക്കിയിരിക്കുകയാണ്. ഇവിടെ ദൈവസഭയ്ക്ക് വേണ്ടി എന്നെ ആക്കിയിരിക്കുകയാണ്. എന്റെ താലന്തുകൾ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി. കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് ഞാൻ പൂരിപ്പിക്കാം, അതിൽ ഞാൻ വേണ്ടി. കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് ഞാൻ പൂരിപ്പിക്കാം, അതിൽ ഞാൻ സന്തോഷിക്കാം. അങ്ങനെ പറയുന്ന ഘനമുള്ള, ആരോഗ്യമുള്ള, ദൈവ അനുരൂപമായ ഒരു കൂട്ടമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, വാർത്തെടുക്കണമേ. മനുഷ്യരുടെ ദൃഷ്ടിയിലുള്ള ഗ്രോത്തിന്റെ മാനദണ്ഡങ്ങൾ വലിച്ചു ദൂരെ എറിഞ്ഞ് ദൈവത്തിന്റെ ദൃഷ്ടിയിലുള്ള സൽപ്രവൃത്തിയിൽ വളരുവാൻ, പരിജ്ഞാനത്തിൽ വളർന്ന് ഫലം കായ്പാൻ ഞങ്ങളെ ദൈവം മുമ്പാകെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.